ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 11. ധർമ്മൗഘം ധർമ്മസൂനോരഭിദധദഖിലം ഛന്തമൃത്യുഃ സ ഭീഷ്മസ്ത്വാം പശ്യൻ ഭക്തിഭൂംനൈവ ഹി സപതി യയൗ നിഷ്കളബ്രഹ്മഭൂയം സംയാജ്യാധാശ്വമേധൈസ്ത്രിഭിരതിമഹിതൈർധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തോ ദ്വാരകാം ത്വം ഭവനപുരപതേ പാഹി മാം സർവരോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ധർമ്മൗഘം ധർമ്മസൂനോഃ അഭിദധത് അഖിലം ഛന്തമൃത്യുഃ സഹ ഭീഷ്മഃ ത്വാം പശ്യൻ ഭക്തിഭൂമ്നാ ഏവ ഹി സപതി യയൗ നിഷ്കളബ്രഹ്മഭൂയം സംയാജ്യ അഥ അശ്വമേധൈഃ ത്രിഭിഃ അതിമഹിതൈഃ ധർമ്മജം പൂർണ്ണകാമം സംപ്രാപ്തഃ ദ്വാരകാം ത്വം പവനപുരപതേ പാഹി മാം സർവരോഗാത്. പദങ്ങൾ. ഹരേ കൃഷ്ണ. മഹാഭാരത കഥയെ എന്തൊരു ശ്ലോകത്തിൽ ചുരുക്കി ചൊല്ലി അവസാനിപ്പിക്കാർ ഭട്ടതിരി. ഛന്തമൃത്യുഃ സഹ ഭീഷ്മഃ. സ്വച്ഛന്ത മൃത്യുവാക്കും ഭീഷ്മർക്ക്. എപ്പോൾ തനക്ക് മരണം വേണം ചൊല്ലാരോ അപ്പത്താൻ മരണം സംഭവിക്കും. അപ്പടിയുള്ള ഭീഷ്മർ തന്നോട് ശരശയ്യയിലെ കിടക്കറത്തെ ധർമ്മപുത്രർക്ക് ரொம்ப കുറ്റബോധമാണ്. ഞാൻ ഇപ്പടിയെല്ലാം ഗിൽട്ടി ഫീലിംഗ്. ഞാനിപ്പടി തമ്പിമാരെല്ലാം ഇത് വധം പണി പെരിയപ്പാവോട് കുട്ടികളെല്ലാം ഇല്ലായ്ക്കാക്കി. അന്ത പെരിയപ്പാവും പെരിയമ്മയും ഇവ കൂടിയേ ഇരിക്കുക. അവളോട് ദിവസവും അവളെ പാക്കറത്തെല്ലാം കഷ്ടം തോന്നും. അവളോട് കുഴന്തകളെല്ലാം നാം വധം പണിനേനെ. ഞാനതൊക്കെ കാരണമാനേനെ. കേവലം എന്താ ഒരു രാജ്യം കടക്കണം ചെല്ലുന്നത് ഇപ്പടി പണിനേനെങ്കറ ரொம்ப ഒരു ഗിൽട്ടി ഫീലിങ്ങോടെ ഇരിക്കുക. ഭഗവാൻ ധർമ്മപുത്രരെ കൂട്ടിന്ത് ഭീഷ്മരുടെ പോറ. ഭീഷ്മർ ശരശയ്യയിലെന്ത് സകലതും ധർമ്മപുത്രർക്ക് ഉപദേശം പണ്ണറ. ധർമ്മസൂനോഹോ അഖിലം ധർമ്മൗഘം അഭിദധത്. ധർമ്മദേവനോട് പുത്രനാക്കും. ആനാകൂടി തിരുപ്പിയും ധർമ്മങ്ങളെല്ലാം ഉപദേശം പണിക്കൊടുക്കറാരാം. അന്ത സമയത്തിൽ താൻ എന്താ ഉപദേശമെല്ലാം മുടിഞ്ച് സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമം അന്ത ശരശയ്യയിലിരുന്ന് അവർ ചൊല്ലപ്പെട്ടതാക്കും. ഭീഷ്മർ ചൊല്ലപ്പെട്ടതാക്കും. ത്വാം പശ്യൻ ഭക്തിഭൂംനാ. മുന്നാടി ഭഗവാനെ കാണർത്തെ അപ്പടി ഒരു ഭക്തിയാം അവർക്ക്. അതാണത് അവർ നനച്ചിപ്പറാം. എന്താ യുദ്ധക്കളത്തിൽ വെച്ച് ഞാൻ മരണമടഞ്ഞിരുന്നാൽ എനിക്ക് ഭഗവാനെ പാത്തുന്തേ മൃത്യു കിടച്ചിരിക്കുമേ. ഞാൻ ഉത്തരായണം വന്നിട്ടില്ലേ. ഉത്തരായണത്തുക്കാக വെയിറ്റ് പണിന്തിരുന്നാർ ശരശയ്യയിൽ. അപ്പോൾ அந்த ഉത്തരായണ കാലത്തേക്ക് വേണ്ടി നിൽക്കറേനെ. അപ്പടിന്ന് ഒരു പക്കം തോന്നറത്തെ ഭഗവാനെ പാത്തുന്നത് മൃത്യു വരലേന്നും അവർക്ക് കഷ്ടമായിരുന്നതാ. അങ്ങനെ ഇപ്പോൾ ഭഗവാനെ ഒരു കാരണമുണ്ടാക്കുന്നത് ഭീഷ്മർ മുന്നാടിക്ക് വന്ന് നിൽക്കറാൻ. അപ്പോൾ ഭഗവാനെ നമ്മൾ ആശ്രയം പണിന അതൊന്നും ഒരിക്കലും പഴാ പോകാതെ. ഏവഹി സപതി നിഷ്കള ബ്രഹ്മഭൂയം യയൗ. அந்த ഭക്തിയോ അപ്പടിയേ ഭക്തി ജാസ്തിയായി അതിനാൽ കേവല ബ്രഹ്മത്തെ ഒരു ക്ഷണനേരം കൊണ്ട് അവർ പ്രാപിച്ചാൽ അവർ സ്വയമാവേ തന്നോട് ശ്വാസത്തെ അന്ത ഭഗവാനിൽ ലയിപ്പിച്ചാൽ. അഥ പൂർണ്ണകാമം ധർമ്മജം. അതുക്കപ്പുറം അന്ത ധർമ്മപുത്രൻ പൂർണ്ണകാമനാന യുധിഷ്ഠിരന് അതിമഹിതൈഃ ത്രിഭിഃ അശ്വമേധൈഃ അതിശ്രേഷ്ഠமான 3 അശ്വമേധയാഗങ്ങൾ വണ്ണവെച്ച് സംയാജ്യ അതെല്ലാം ചെയ്യ വെച്ച്
ദ്വാരകാം സംപ്രാപ്തഃ ത്വം. തിരുപ്പി ദ്വാരകയ്ക്ക് ഭഗവാൻ വന്നു ചേർറാരാം. ഹേ പവനപുരപതേ മാം സർവരോഗാത് പാഹി. അപ്പടിയുള്ള ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ, എന്നെ എല്ലാ വിധത്തിലേന്തും എല്ലാ രോഗങ്ങളിലേന്തും രക്ഷിക്കണമെന്ന് പ്രാർത്ഥന பண்ணலாம். இந்த ദശകം മുടിஞ்ச ഉടനെ ഭഗവത്ഗീത 15ാമത്തെ അധ്യായം വാശിപ്പം.